ഞാനങ്ങ് വരട്ടെ. അതെ, ഇത് ലോക്കൽസിന് പറഞ്ഞ പരിപാടിയല്ല ഇത്. എങ്ങനെയാ? ലോക്കൽസിനെ വരേണ്ട പരിപാടിയല്ല ഇത്. ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളൊക്കെ വരേണ്ട പരിപാടിയാണ് അത്. വേദിയാ. ഇനി എന്തിനാ നിങ്ങളവിടെ കയറിയിരിക്കണേ? ഇത് എങ്ങോട്ടാ തള്ളി കയറി വന്നെ? ഇത് എങ്ങോട്ടാ വന്നെ? എന്താ കാര്യം? എന്താ കാര്യം? എന്താന്ന് വെച്ചാൽ ഇന്നലെ ഞാനേ ബീവറേജിൽ പോയി. ബീവറേജ് ഭയങ്കര ക്യൂ. ഞാനൊരു ക്വാർട്ടർ മേടിക്കാണ്ട് തന്നെ ഭയങ്കര ക്യൂ. ഞാൻ നോക്കുമ്പോ ഒരാൾ പോലും നോക്കുമ്പോ ഉല്ലാസം അവിടെ നിൽക്കുന്നു. എവിടെ? ബീവറേജിന്റെ ക്യൂവിന്റെ ഫ്രണ്ടിൽ. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഒരു ക്വാർട്ടർ മേടിക്കാണെന്നും പറഞ്ഞ് ഞാനൊരു പൈസയും കൊടുത്തു. ഇവൻ ക്വാർട്ടർ മേടിച്ചു വന്നു. പക്ഷെ എനിക്കൊരു 10 രൂപ ബാക്കി തരാതെ ഈ അളിയൻ അങ്ങ് പോയി. കള്ളത്തരം പറയരുത്. ഞാനിതുവരെ ബീവറേജിൽ പോയിട്ട് പോലുമില്ല. ബീവറേജ് പോയിട്ട് പോലുമില്ലെന്ന്. പിന്നെ ബീവറേജ് വന്ന് സാധനം മേടിച്ച് പൊട്ടിച്ചടിച്ച് നിന്റെ പ്രേതാർന്നോ? ഇവിടെ ഞാൻ പോയിട്ടില്ല. സത്യം സത്യം, ഞാൻ ഇതുവരെ ബീവറേജിൽ പോയിട്ടില്ല. സത്യം 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 പോയിട്ടില്ല. ഇല്ല. അതിനൊരു തെളിവുണ്ട്. സാധനം ഞാൻ കാണിച്ചു. അയ്യോ അതല്ലെന്ന്. നമ്മളൊന്നിച്ച് കണ്ടോ? നിന്റെ ഫോട്ടോ എടുത്തായിരുന്നു. ബീവറേജിന്റെ അഴി കണ്ടോ? ബീവറേജിന്റെ അഴി കണ്ടോ? നമ്മൾ ഒന്നിച്ചിരിക്കണ ഫോട്ടോ കണ്ടോ? അപ്പൊ പോയിട്ടില്ലെന്ന് പറഞ്ഞേ? അതല്ലത്, അത് ഞാൻ എൻ്റെ മാമന് വേണ്ടി വാങ്ങിക്കാൻ പോയത്. മാമന് വേണ്ടി മേടിക്കാൻ പോയത്. ഞാനും മാമന് ഭയങ്കര കമ്പനിയാണ്. മാമനൊരു പനി വന്നാൽ ഞാനാണ് മരുന്ന് മേടിച്ചു കൊടുക്കുന്നത്. മാമനൊരു സോഡ കുടിച്ചാൽ ഞാനാണ് ഏമ്പക്കം വിടുന്നത്. അങ്ങനെ അത്രയ്ക്ക് ബന്ധമാണ് ഞാനും മാമനും തമ്മിൽ. മാമൻ വിറ്റാകാൻ വേണ്ടിയാണ് ഇറങ്ങിയ വഴി അത് പൊട്ടിച്ച് ടക്കെന്നും പറഞ്ഞടിച്ചത്. ചേട്ടാ, ഞാൻ ഈ സോഷ്യൽ വർക്കൊക്കെ പഠിച്ച ആളാണ്. അപ്പൊ എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ റാങ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മദ്യപാനത്തിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ അറിയാം. നീ ചേട്ടനറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുഴപ്പമില്ല. തള്ളുവാണെങ്കിൽ തള്ളിക്കോ, കുടിയന്മാരെ മൊത്തമായിട്ട് തള്ളണ്ട. അതെ, ചിലരങ്ങനെയാണ്, ഭയങ്കര തള്ളലായിരിക്കും. പക്ഷെ ജീവിതമാകുമ്പോ കുറച്ച് സിമ്പിൾ ആയിരിക്കണം കേട്ടോ ജീവിതം. അതെ, സിമ്പിൾ ആയതുകൊണ്ടാണോ അവിടെ പോയിട്ട് പട്ടിയുടെ പടമുള്ള സാധനം മേടിച്ചിട്ട് ക്യൂ തീർന്നപ്പോഴത്തേനും പൊട്ടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് അടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോണ കണ്ടത്? അതല്ല ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ കുറച്ച് ആദർശമൊക്കെ വേണം. ആദർശം ഒന്നും പറയണ്ട. ആ തരാള 10 രൂപ എന്നാ മതി. എന്റെ കയ്യിൽ നിന്ന് 10 രൂപ മേടിച്ചോണ്ട് പോയില്ലേ? അതിതാ ആദർശം പറയാൻ വന്നത്. തന്നിട്ട് നോക്കണത്. അല്ല, ചേട്ടൻ എപ്പോഴും ഇങ്ങനെ മദ്യപിക്കുന്ന ആളാണോ? എപ്പോഴും മദ്യപിക്കാൻ. ടൗണിലൊക്കെ ഇറങ്ങുമ്പോ മദ്യപിക്കും. ഓ, അപ്പൊ അത് വല്ലപ്പോഴല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല, വല്ലപ്പോഴല്ലേ ഉള്ളൂ. ടൗണിലാണ് ഞാൻ, വീട്ടിലോട്ട് പോണില്ല. ഈ മദ്യപാനം നമ്മുടെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് ബാധിക്കുമെന്ന് ചേട്ടൻ അറിയോ? മോളെ, തള്ളുവാണെങ്കിൽ തള്ളിക്കോ. എന്റെ അരയിലൊരു സാധനമുണ്ട്, അത് തള്ളി ചാഴ ഇടരുത്. ഞാൻ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. എനിക്കറിയാം. പറഞ്ഞു വരുന്നത് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന് പറയാൻ വന്നതല്ലേ ചേട്ടാ. ഈ മദ്യപാനം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ തന്നെ തകർത്ത് കളയേണ്ട ഒരു കാര്യമാണ്. അത് പിന്നെ പറഞ്ഞ കറക്റ്റ്. അല്ല, ഈ മീതയിൽ ആൽക്കഹോൾ ഉണ്ടല്ലോ. എനിക്കറിയാം. ഫസ്റ്റ് റാങ്ക് കിട്ടിയ കാര്യം പറയാൻ വന്നതല്ലേ? നമ്മുടെ ഈ മദ്യപാനം നമ്മുടെ സാമ്പത്തിക അടിത്തറ തകർക്കും. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ അത് ബിനുവിന്റെ ഒക്കെ തകർക്കും. പാവപ്പെട്ട എന്റെയും തകർക്കും. പക്ഷെ ഉല്ലാസിന് തകർക്കില്ല. അതറിയത്തില്ലേ? ഇല്ല. ഉല്ലാസിന്റെ അടുത്ത് സാധനം മേടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ പോകില്ല. പിന്നെ എങ്ങനെ അവന്റെ തകരും? അവന്റെ തകരത്തില്ല. അതെ, ഈ കർക്കിടക മാസം ആയതുകൊണ്ട് നമുക്ക് ഏത് മാസം വേണമെങ്കിലും കഴിച്ചോ. പക്ഷെ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കരുത്. കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഭാഗങ്ങളെ ബാധിക്കും. നമ്മുടെ ജീവന് തന്നെ താപത്താ. അയ്യോ, അത് പറഞ്ഞപ്പോഴതേ, ഈ 12 വർഷം കൂടി ഒരു സാധനം ബീവറേജ് വരും. സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞേ. നീലക്കുറിഞ്ഞിയാണോ അത്? നീലക്കുറിഞ്ഞിയല്ല, സെബാസ്റ്റ്യൻ എന്നാ എൻ്റെ പേര്. 12 വർഷമേ ഉള്ളൂ. നമ്മൾ നീലക്കുറിഞ്ഞി വന്ന പോലെ തന്നെ എനിക്ക് വന്നത്. പക്ഷെ 1 മാസമേ ഉള്ളൂ, അത് സ്റ്റോക്ക് ഉള്ളൂ. അത് മേടിച്ചിട്ട് ഇപ്പൊ നീ ഇത് പറഞ്ഞുകൊണ്ട് മനസ്സിലായി. ഇല്ലെങ്കിൽ കിട്ടിയല്ലായിരുന്നു ഞാനത്. ഈ 12 വർഷത്തിൽ ഒരിക്കലേ ഈ സ്ഥാനം വരാറുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ കർക്കിടക മാസത്തിൽ കുടിക്കരുതെന്ന് പറയുന്നത് അത് കുഴപ്പമല്ലേ? അത് അല്ല, അത് കിട്ടിയല്ലോ, അതുകൊണ്ട് പിന്നെ മേടിക്കണ്ടേ? അത് 1 മാസത്തെ സ്റ്റോക്കേ ഉള്ളൂ. 1 മാസത്തെ സ്റ്റോക്കേ ഉള്ളൂ. എന്നാ നിനക്ക് ഞാനും വരുന്നുണ്ട്. ഈ കർക്കിടക മാസത്തിൽ കുടിക്കരുതെന്നല്ലേ പറയണേ? പിന്നെന്താ മേടിക്കാൻ പോണേ? അതെ, ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന സാധനം 12 വർഷത്തിൽ ഒരിക്കലേ വരത്തുള്ളൂ. ഈ കർക്കിടക മാസം എന്നുള്ളത് എല്ലാ വർഷവും വരുമല്ലോ. ഒട്ടും ശരിയായില്ല. അത് എന്ത് മദ്യപിക്കാൻ പോയതോ? അല്ല, എന്നെ വിളിക്കാതെ പോയത്.